ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ചേരുവകളൊന്നും വേണ്ട, വീട്ടിലെപ്പോഴും കാണുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആണ്. തലേ ദിവസം തന്നെ നമ്മൾ മാവൊന്നും അരച്ച് വയ്ക്കണ്ട. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ഒരിക്കൽ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കി എടുക്കും കേട്ടോ ഇത്. അപ്പോൾ നോക്കുക റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml ആണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പാൽ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാര അളന്നെടുക്കണം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ഇതിന് നല്ല മധുരം കാണും. അപ്പോൾ അധികം മധുരം വേണ്ടാന്നുള്ളവർക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി. നമ്മളിതിന് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, അപ്പോൾ കുറച്ച് മധുരം ഉള്ളതാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര അലിഞ്ഞ് വരുന്ന വരെ ഒന്ന് നമുക്കിത് ചൂടാക്കി എടുക്കാം. പാൽ തിളപ്പിച്ചൊന്നും എടുക്കണ്ട, ചെറുതായിട്ട് ചൂടാക്കി കിട്ടുമ്പോൾ തന്നെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് കിട്ടും. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് പാലിന്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പാൽ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ അളന്നെടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പൊടിയാണ്, നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത പൊടി. ഇതിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് 1 മീഡിയം സൈസ് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടോടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് ചൂടായ പാൽ ചേർത്താൽ മുട്ട കട്ടയായി പോവും. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പരുവമാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കട്ടയില്ലാതെ കിട്ടും. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ഇതുപോലെ ചെറുതായിട്ട് കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഒരു 1.25 മണിക്കൂർ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം തിക്നെസ്സിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട, എന്നാൽ വെന്ത് കിട്ടാൻ പാടായിരിക്കും. വലിയ തവിയാണെങ്കിൽ 1.5 തവിയോളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഇതേപോലെ തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുക. നമ്മൾ അപ്പം പോലെ മൊത്തം ചുറ്റിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ മോൾ ഭാഗത്ത് ഒന്ന് തൊട്ട് നോക്കുക. ഒന്ന് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നടുക്ക് യെല്ലോ കളറും അരികൊക്കെ ബ്രൗൺ കളറും ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കിയാലും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും, അതെന്തായാലും ഉറപ്പാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. തയ്യാറാക്കി എടുക്കാനും എളുപ്പമാണ്. നല്ല സോഫ്റ്റാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തു വിടാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.